കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലമിലേക്ക് പോയി. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ പ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദൂഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ബെത്സദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനമെന്ന് അറിയപ്പെടുന്ന കുളത്തിനടുത്ത് 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരുവനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നതായ ആ സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. സൗഖ്യദായകനായ മാലാഖ വന്ന് കുളത്തിലെ വെള്ളമിളക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യപ്പെടുമെന്ന് അറിഞ്ഞിരുന്ന ആ മനുഷ്യൻ കഴിഞ്ഞ 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ്. ആ മനുഷ്യനെ പറ്റി അറിഞ്ഞപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും എന്നെങ്കിലും താൻ സൗഖ്യപ്പെടുമെന്ന ബോധ്യത്തിലാണ് കഴിഞ്ഞ 38 വർഷമായിട്ട് അവൻ ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത്. അവനോട് ഈശോ നിനക്ക് സൗഖ്യപ്പെടുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്നവൻ സൗഖ്യദായകനായ കർത്താവാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. സൗഖ്യദായകനായ ദൈവം നിന്റെ ജീവിതത്തോട് സമീപസ്ഥനായിരിക്കുന്നു. അവൻ നിന്റെ അരികിലുണ്ട്. അവനിൽ നിന്ന് സൗഖ്യം ഏറ്റുവാങ്ങുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ ചോദ്യം ഈശോ ചോദിക്കുമ്പോൾ ഇതുപോലുള്ള ഒരേ ചോദ്യം തന്നെയാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നത്. മകനെ, മകളെ, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരുപാട് ഇന്നലകളുടെ ഓർമ്മകളും വേദനകളും മുറിവുകളുമൊക്കെ നിന്റെ ജീവിതത്തിലുണ്ടാവാം. എന്നാൽ കർത്താവായ യേശു വിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതത്തോട് ഏറ്റവും സമീപസ്ഥനായിട്ട് നിന്റെ കാതിൽ മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിനാവശ്യമായ സൗഖ്യം ഇന്ന് എൻ്റെ ശരീരവും രക്തവും നീ ഏറ്റെടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ തുറവി, കർത്താവായ യേശുവിലുള്ള വിശ്വാസം, ആത്മാർത്ഥമായ സ്നേഹത്തോടെ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ മകനെ, മകളെ, നിനക്ക് ആഗ്രഹമുണ്ടോ?
ഈശോ ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ ഇറക്കുവാൻ ആരുമില്ല. പരിഭവങ്ങളും പരാതികളും നിറഞ്ഞൊരു ജീവിതം. ഈശോ പറയുകയാണ്, നീ ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ, അവനോട് ആത്മാർത്ഥമായൊരു നിന്നിൽ ഉളവാകുമ്പോൾ, തീർച്ചയായും ഇന്നലകളുടെ ഓർമ്മകളല്ല, ഇന്നും എന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നത്. ഈശോ അവനോട് പറഞ്ഞു, കിടക്കയുമെടുത്ത് നീ പോവുക എന്ന്. നീ കിടക്കയുമെടുത്ത് 38 വർഷം തളർന്നു കിടന്ന നീ കിടക്കയുമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, അത് കാണുന്നവരുടെ വിശ്വാസം ശക്തിപ്പെടണം. നിന്റെ സൗഖ്യത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് അത് മാറണം. അതുപോലെ ഇന്നലകളോട് നിനക്കുള്ളൊരു വിടപറച്ചിലായിട്ട് അത് മാറണം. സൗഖ്യത്തിൻ്റെ അനുഭവം നീ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. കഴിഞ്ഞ 38 വർഷമായിട്ട് നിനക്ക് താങ്ങായി നിന്ന ഈ കിടക്ക, അത് നീ ശിരസിലേറ്റി മുന്നോട്ട് പോകുമ്പോൾ, നിന്റെ കണ്ണുനീർ വീണ ആ കിടക്ക, നിന്റെ ഹൃദയഭാരങ്ങൾ ഏറിയ ആ കിടക്ക, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത ആ കിടക്ക, 38 വർഷമായിട്ട് നിന്നെ താങ്ങി നിർത്തിയ ഈ കിടക്ക നീ എടുത്ത് നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറ്റണം. അത് സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിട്ട് നിന്റെ ജീവിതത്തിൽ നീ മാറ്റണം. പ്രിയമുള്ളവരെ, അവനെ ദേവാലയത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുകയാണ്, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. വിശുദ്ധിയോടെ ദൈവത്തോട് ഏറ്റവും അടുത്ത് ദേവാലയത്തിലായിരുന്ന അവനോട് ഈശോ പറയുകയാണ്, മുൻപോട്ടുള്ള നിൻ്റെ ജീവിതം വിശുദ്ധിയിലായിരിക്കണം എന്ന്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ഇന്നലകളോട് നമ്മൾ വിട പറയുന്നൊരു കാരുണ്യത്തിൻ്റെ ഭവനമുണ്ട്. അത് നമ്മുടെ കുമ്പസാരക്കൂടാണ്. അവിടെയാണ് തീർച്ചയായിട്ടും ആത്മീയമായൊരു സൗഖ്യം, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു സമയം. അവിടെയാണ് മാനസികമായൊരു സൗഖ്യം നമുക്ക് കിട്ടുന്നത്. ഇന്നലകളുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് മനസ്സിനെ പലവിധ വ്യതകളാൽ ഹനിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഇന്നലകളോട് വിട പറയുന്ന സൗഖ്യം കിട്ടുന്ന, മനസ്സിൻ്റെ സൗഖ്യമേറുന്ന ആ ഭവനം. 38 വർഷമായിട്ട് തളർന്നു കിടന്ന അവന് ശാരീരികമായി സൗഖ്യം കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും കുമ്പസാരക്കൂട്ടിൽ നമുക്കും കിട്ടുന്നുണ്ട് ശാരീരികമായ സൗഖ്യം. പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥ സൗഖ്യദായകനെ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ അവൻ്റെ മുമ്പിൽ നമ്മുടെ പാപഭാരങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധി, കൂടുതൽ സ്നേഹം, ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ നോമ്പുകാലത്ത് ക്രൂശിതനെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ, അഭിഷേകം നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നോമ്പുകാലത്ത് എൻ്റെ ഹൃദയഭാരങ്ങൾ, ആത്മീയമായ, ശാരീരികമായ, മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. സൗഖ്യമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.